ശക്തമായിട്ട് അപേക്ഷിക്കണമേ. അത് ജപമാല പ്രാർത്ഥനയ്ക്കല്ല മാത്രമല്ല, എല്ലാ പ്രാർത്ഥനയ്ക്കും അടിസ്ഥാനപരമായിട്ട് 3 ദൈവിക പുണ്യങ്ങൾ വേണം. ഒന്ന് വിശ്വാസം, പിന്നെ ശരണം, പിന്നെ ശരണം അല്ലെങ്കിൽ പ്രത്യാശ, അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ദൈവസ്നേഹം. ആരാധനയ്ക്കും ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. കർത്താവേ, ആരാധനയ്ക്ക് യോഗ്യമായ വിധത്തിൽ ആരാധനയ്ക്ക് 2 യോഗ്യതയാണ് വേണ്ടത്. ഒന്ന് ദൈവത്തിന് യോഗ്യനാണ് ആരാധനയ്ക്ക്. കാര്യം അവൻ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവായ ദൈവം അവനെ മഹത്വപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അനേകവൃന്ദം മലാഖമാരുടെ അകമ്പടിയോടുകൂടിയാണ് ദൈവാരാധന സുഖം നടക്കുന്നതിൻ്റെ വെളിപാടുകൾ യോഹന്നാന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. പക്ഷെ നമ്മളും ആരാധനയ്ക്ക് യോഗ്യമാകണം. അത് നമ്മൾ ആരാധനയ്ക്ക് യോഗ്യമാകണത് ഒന്ന് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അത് എൻ്റെ പ്രിലിമിനറി പ്രീ റിക്വസ്റ്റാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. അതിനെ വിശദീകരണങ്ങളുണ്ട് ഒത്തിരി, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ മിനിമം നമുക്ക് ഇത്രയെങ്കിലും വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കുന്ന വിധത്തിൽ എനിക്ക് വിശ്വാസം നൽകണമേ, ആരാധിക്കാൻ വിശ്വാസം നൽകണമേ. ആരാധിക്കുന്നതിന് അടിസ്ഥാന യോഗ്യതയായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. കൈകൾ ഉയർത്തണമേ. അടിപ്പുറപോലെ വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി ഒഴുകണ്ടേ. തകർന്നു പോയ കുടുംബങ്ങളുടെ മേലെ കർത്താവിന്റെ ശക്തി ഒഴുകണ്ടേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നെഞ്ചിലെ സമയ ഘടികാരവുമായി പ്രത്യക്ഷപ്പെട്ട ലോകത്ത് ഒരേ ഒരു അൾത്താരയാണ്. അവിടെയാണ് ഈ ആരാധന, ദിവ്യകാരുണ്യ ആരാധന ഇപ്പോഴും നടക്കുന്നത്. ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം. അപ്പം നിങ്ങൾക്ക് ഈശോയാണെന്ന് ആരാണെന്നറിയാൻ പറ്റും, അമ്മയാരാണെന്നറിയാൻ പറ്റും. ഈശോ ആരാണെന്നറിയാനും അമ്മയാരാണെന്നറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ മാത്രമേ നമുക്ക് ദൈവം നൽകുന്നുള്ളൂ. നമ്മളാരെയും ശിക്ഷിക്കുന്നില്ല, നമ്മളെ ആരെയും ദൈവം തകർക്കണില്ല. നമ്മളിലൂടെയാണ് എല്ലാ മനുഷ്യരും ആശ്വാസവും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് എന്നുള്ള ബോധ്യം ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകണം. അച്ഛൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈശോ ആരാണെന്നറിയാൻ, അമ്മയാരാണെന്നറിയാനുള്ള അവസരം മാത്രമാണ് പല രോഗങ്ങളായിട്ടും സങ്കടങ്ങളായിട്ടും ഞെരുക്കങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സന്ദർശിച്ചു വരുന്നത്. അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാ കാലത്തും സഭയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്കതറിയാം. ഇപ്പോൾ കൃപാസനത്തിൽ 2004 ഡിസംബർ 7 അമ്മ സമയഘടികാരവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ അതിശക്തമായ അമ്മ നൽകിയ സന്ദേശം ആ സെക്കൻഡിൽ ഞാൻ ഇവിടെ കൂടിയിരുന്ന മുഴുവൻ ജനങ്ങളോടും പറഞ്ഞതാണ്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. രണ്ടാമത്തെ വാക്കെന്താണ്? പ്രാർത്ഥിക്കണം. എന്ത് ദുരന്തമുണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന മാർഗവും വെളിപാടും എന്താണ്? പ്രാർത്ഥനയാണ്.
സഭ വേറെ എന്തെല്ലാം ചെയ്തിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ ജനത്തെ ഒരുക്കുന്നില്ലെങ്കിലും, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ സംവിധാനം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന്. കാരണം ഭൂമിയിൽ മനുഷ്യരാശിക്ക് വേണ്ടിയും പ്രകൃതിക്കുമെല്ലാം പ്രപഞ്ചത്തിനു വേണ്ടിയെല്ലാം ദൈവികമായ കൃപയും കരുണയും ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം, സഭയാകുന്ന തിരുസഭയാകുന്ന സംവിധാനം ദൈവം സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. വേറെ പല ലക്ഷ്യവും വരണത് ആഗന്തുകങ്ങളായ ലക്ഷ്യങ്ങളാകാം. പക്ഷെ അടിസ്ഥാന ലക്ഷ്യം പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള ഒരു സമൂഹം. ആ സമൂഹത്തെ കർത്താവ് ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത് ഇപ്പം സഭയെ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ആദിമസഭയുടെ ചരിത്രം നോക്കുമ്പോഴും കഴിഞ്ഞ ആഴ്ച രചന പറഞ്ഞതാണ്, സഭയുടെ ദുരന്തം എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകനെ കയ്യാമം വെച്ച് ജയിലിലടക്കുന്നതാണ് സഭ അഭിമുഖീകരിച്ച ആദ്യത്തെ ദുരന്തം. അന്ന് സഭ എന്താണ് ചെയ്തത്? സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ കൊണ്ട് പത്രോസിൻ്റെ കയ്യിലെയും കാലിലെയും കയ്യാമങ്ങൾ അഴിച്ചു കളയാൻ വേണ്ടി ആരെയും സഭ അഭിസംബോധന ചെയ്തിട്ടില്ല. കാര്യം അന്ന് പരിശുദ്ധാത്മാവിന് നിറവിൽ സഭയ്ക്കറിയാം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ സാമൂഹ്യ സമ്മർദ്ദങ്ങളോ അപ്പുറത്തേക്ക് പ്രാർത്ഥനയാണ് ശക്തിയെന്ന്. ജീവിക്കുന്ന ദൈവം നമ്മളിവിടെ വസിക്കുമ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? അതുകൊണ്ടാണ് ആ സഭ കഥകടച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നടപടി 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ്? സഭ കഥകടച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പം സഭ കഥകടച്ചിട്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതാണ് പ്രശ്നം. ഇപ്പോഴും സഭ ഈ ദുരന്തകാലത്ത് കഥകടച്ചിട്ടിരിക്കുകയാണ്, ലോക്ക്ഡൗൺ. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് അവരവർ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. കാര്യം ഇത് കഥ കടക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥനയുടെ സമയമാണെന്ന്. ബൈബിളിൽ രണ്ടർത്ഥമില്ല കഥ കടക്കണതിനെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകൾ അടച്ചിട്ട് നിങ്ങളുടെ സുഖസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാനാണ് ഈശോ പറഞ്ഞത്. ഇപ്പം കഥ കടക്കപ്പെടുമ്പോൾ അത് ജീവിതത്തിൻ്റെ കഥകളാകാം അടക്കപ്പെടുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയുന്നു ഇനി വൈദ്യശാസ്ത്രത്തിന് വേറെ ഒരു മാർഗമില്ല. ഇപ്പം കഥ കടച്ചു, വൈദ്യശാസ്ത്രം കഥ കടച്ചു. ബാങ്ക് മാനേജർ പറയണേ, ഞങ്ങളെ എത്രയോ പ്രാവശ്യം ഇൻറ്റിമേഷൻ തന്നു, നിങ്ങൾക്ക് ഇതുവരെയും പൈസ അടച്ചിട്ടില്ല, ഇനി ഇത് ജപ്തി നടപടിയിലൊരു ലേലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാങ്ക് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ കഥക അടച്ചു. നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് മെറിറ്റില്ല, മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിൻ്റെ കഥകൾ അടച്ചു. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ദിവസം ഓരോ കഥകൾ ഇങ്ങനെ അടക്കുമ്പോൾ, ഇതൊക്കെ കർത്താവിന് പണ്ടേ അറിയാമായിരുന്നു. കഥകൾ മനുഷ്യൻ്റെ അടക്കണ എല്ലാ സമയവും നമുക്ക് നിരാശപ്പെടാനോ, ചില മനുഷ്യർ കഥകൾ അടച്ചിടുമ്പോൾ പേടിയാണ്. എന്താണ്? പുറത്തുനിന്ന് കൊട്ടി വിളിക്കും, പിന്നെ ചവിട്ടി പൊളിക്കും. അത് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കണത് കാണാം. അപ്പം ലോകത്തിന് അതേ പറ്റത്തുള്ളൂ, കഥ കടക്കി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ. വിശ്വാസിയും ലോകവും തമ്മിൽ വ്യത്യാസം ഇതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസി കഥ കടക്കും, പക്ഷെ അവനകത്തിരുന്ന് പ്രാർത്ഥിക്കും. അവിശ്വാസി ആത്മഹത്യ ചെയ്യും. ഇതേ കാലങ്ങളിലെല്ലാം കടന്നു പോകുമ്പോൾ വിശ്വാസം അറിയേണ്ട വിഷയമാണ്. കഥകൾ അടക്കപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മധ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഓർക്കുകയായിരുന്നേ, കഴിഞ്ഞ ഒരു എപ്പിഫനി തിരുനാളിനെ
ബെനഹ തിരുനാളിൽ, അതായത് ഈ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന തിരുനാൾ. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലൊക്കെ ആദിമസഭയിലൊക്കെ ക്രിസ്മസിനേക്കാൾ പ്രാധാന്യമായിട്ട് ആഘോഷിച്ചിരുന്നതാണ് എപ്പിഫനി എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിലൊക്കെ എപ്പിഫനി വലിയ തിരുനാളാണ്. നമ്മുടെ ഇപ്പോഴത്തെ റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ എപ്പിഫനി തിരുനാളിൽ ഏതാണ്ട് -10 ഡിഗ്രി തണുപ്പുള്ള ഒരു മഞ്ഞ് വെള്ളത്തിൽ ടാങ്കിൽ ഇറങ്ങി നിന്ന് ലോകം ചേഞ്ച് ചെയ്തതെന്നാണ് ഓർക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൻ്റെ ഈശോയെ നരാജ്ഞ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് സഭ പ്രാർത്ഥിച്ചത് എന്നു മുതലാണ് ഈ ഫാത്തിമ പ്രെയർ. 1917 മുതൽ പ്രാർത്ഥിച്ചതാണ്. മാതാവ് ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് പറഞ്ഞതാണ് റഷ്യയുടെ മനസ്സാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഇല്ലേ? അതാണ് അതിൻ്റെ ഫലമാണിപ്പോൾ കണ്ടത്. നമ്മൾ റഷ്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്ഥാനപുരം നവീകരിക്കുന്ന കാഴ്ച. അപ്പോൾ സഭയോട് അമ്മ എന്താ പറഞ്ഞത്? അമ്മയുടെ പോലെ പ്രത്യക്ഷപ്പെടലും ഓർക്കുമ്പോൾ അതെല്ലാം ഒരു ലോകത്തോടുള്ള ഒരു മെസ്സേജാണ്. 4,200,000 വൈദികരാണ് റഷ്യയിൽ വധിക്കപ്പെട്ടത് ഈ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ കാലത്ത്. 7 ലക്ഷം സന്യാസികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ കോടിക്കണക്കിന് വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നൊക്കെ ഈ ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ സഭ ഇതിന് എത്രയോ ചെങ്കടൽ നീന്തി കയറിയതാണെന്ന് നിങ്ങൾ അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ ലോകത്തിനോട് ആവശ്യപ്പെടുന്നത്. എന്താണ് ആവശ്യപ്പെടുന്നത്? സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനല്ല പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? റഷ്യയുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, ഒരു ത്യാഹിതം വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ അതിന് പ്രാഥമികമായ ഒരർത്ഥമേ ഉള്ളൂ. യേശു ആരാണെന്നറിയണം, അമ്മ ആരാണെന്നറിയണം, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണെന്നറിയണം. അന്ന് മുതൽ പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും വിധം. ഇന്ന് ഏറ്റവും കൂടുതൽ സഭ ഈ കഥകടക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ സഭ തീക്ഷ്ണമായി ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരവസരമാണ്. ഈ ദൈവം തന്ന അവസരത്തെ എന്തുമാത്രം ദേവാലയങ്ങളും അവിടെ വസിക്കുന്നവരും അതിൻ്റെ സൂക്ഷിപ്പുകാരും അധികാരികളും സഭയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാലത്തിന് വേണ്ടി കണക്ക് പറയേണ്ടി വരും. കാര്യം സഭയും ദൈവവും ഒറ്റ കാര്യമാണ് ചെയ്തത്. അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആദിമസഭ ഈശോയുടെ നിർദ്ദേശപ്രകാരം ഏതെല്ലാം അത്യാഹിതം വന്നാലും പ്രാർത്ഥനയാണ് അടിസ്ഥാനപരമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചത് ദിവ്യഗുരു തന്നെയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ കർത്താവേ. ഏത് അത്യാഹിത കാലത്തിലും എല്ലാ കഥകളും അടക്കപ്പെടുമ്പോഴും ആഴമായി ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും സഭയെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. മർക്കോസിന്റെ സുവിശേഷത്തിലെ 14:39 അധ്യായത്തിൽ വാക്യം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 14 അധ്യായം 39 വാക്യം. അത്യാഹിത ഘട്ടങ്ങളിലെ എന്താണ് സഭ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചത് ആരാ? സഭയ്ക്ക് വേണ്ടി രക്തം വിയർത്ത് മുട്ടുകുത്തിയ ഈശോ തന്നെയല്ലേ? ഈശോ മുട്ടുകുത്തുമ്പോൾ ഗാഗുൽത്തായിൽ ഗെത്സമനി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്താ ചെയ്തത്? സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്കും
ശുശ്രൂഷ സംവിധാനങ്ങൾക്കും ശുശ്രൂഷകർക്കും എല്ലാം വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. അപ്പോഴും സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചോര വിയർത്താലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഗെത്സെമനി നൽകുന്ന പാഠം. ചോര വിയർത്താലും, പട്ടിണി കിടന്നാലും, സാമ്പത്തിക തകർച്ച വന്നാലും, രോഗം വന്നാലും നീ മുട്ടുകുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പ്രാർത്ഥനയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് എൻ്റെ അർത്ഥം. ഈ 14-19 എന്താ പറയണമെന്നറിയാവോ? ഞാൻ എന്താ ഇപ്പം ഈശോയുടെ ഗെത്സേമനി പ്രാർത്ഥനകൾ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. പക്ഷേ വൈ ഐ സെലക്ട് സെൻറ്റ് മാർക്ക്? ഞാനിത് പറയാൻ ഞാൻ സെൻറ്റ് മാർക്കിനെ സെലക്ട് ചെയ്തത്. മർക്കോസിൻ്റെ സുവിശേഷം എടുത്തത് എന്താ? അതിലെഴുതിയിരിക്കുന്നത് അവൻ വീണ്ടും പോയി മുട്ടുകുത്തി 14:39 മർക്കോസിൻ്റെ സുവിശേഷം. അവൻ വീണ്ടും പോയി മുട്ടുകുത്തി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല രസം. വീണ്ടും കാരണം ഒരു സെയിം അവൻ ഇവർ അപ്പോസ്തലന്മാരെ ഉറങ്ങണത് കണ്ടല്ലോ. അപ്പോഴവൻ പറഞ്ഞു നിങ്ങളെ ഉണർന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അതിന് ഗ്രോത്ത് ഒന്നുമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ അവർ ഉറങ്ങി പ്രാർത്ഥിച്ചില്ല, അവർ വീണ്ടും ഉറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ ഉറങ്ങിയത് കൊണ്ട് ഈശോയുടെ നടപടിക്രമങ്ങളിൽ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞെന്നുള്ള ധാരണ ഒന്നും ഈശോയ്ക്കില്ല. നമുക്കാണെങ്കിൽ കുഴപ്പം. ഈശോ ആദ്യം പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ രീതിയിൽ വന്ന് എന്തോ ഒരു ചെറിയ കുഴപ്പം കൊണ്ടാണ് ആ പ്രാർത്ഥന കേൾക്കാഞ്ഞത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഉറങ്ങിയതെന്നുള്ള ധാരണ അല്ല ഈശോക്കുള്ളത്. ഈശോക്ക് അതിൻ്റെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? പ്രാർത്ഥനയുള്ള വിശ്വാസം തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്. അവൻ വീണ്ടും ചെന്നിട്ട് അതേ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടില്ലെങ്കിലും അതിൻ്റെ ഫലം കണ്ടില്ലെങ്കിലും കർത്താവിന് പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുന്നില്ല. അതാണ് അതേ വചനമെന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറയണമെന്നറിയാവോ? ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലർ ധ്യാനകേന്ദ്രം മാറ്റി പിടിക്കും, ചിലർ ദൈവത്തെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് സാത്താനെങ്കിൽ സാത്താൻ, കണിയാനെങ്കിൽ കണിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവർ മറുകണ്ഠം ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരീരരക്ഷ ഉറപ്പുവരുത്തുന്ന വലിയ മണ്ടത്തരങ്ങൾ കാണിക്കും. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥന അത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് പിന്നെ അപ്ഗ്രഡേഷൻ്റെ ഒരു ആവശ്യമില്ല. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥനയിലെ കർത്താവേ എനിക്ക് തന്നെ ഒരു വലിയ വിശ്വാസം നൽകി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. നമ്മള് ശ്രദ്ധിക്കുക, ഈശോ ഈ 14:39 വചനം മർക്കോസിന്, അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളത് അറിയണം. എന്താ 14:39 നമ്മൾ വായിച്ചത്? അവൻ വീണ്ടും പോയി, അവൻ ഉറങ്ങുന്നത് കണ്ടിട്ടും തൻ്റെ പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്ന് കണ്ടിട്ടും പക്ഷെ അവൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസക്കുറവില്ല. എന്താ? അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ അതേ വചനം പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ കാരണം? പ്രാർത്ഥനയുടെ മാറ്റർ, അതിൻ്റെ വിഷയം കൂട്ടുകയോ അതിൻ്റെ വരികൾ കൂട്ടുകയോ അക്ഷരം കൂട്ടുകയോ ഒന്നും ചെയ്തില്ല. അവൻ വീണ്ടും അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്താ? അവൻ്റെ പ്രാർത്ഥനയിൽ അത് ദൈവം കേൾക്കുമെന്ന് അവന് ആഴമായ വിശ്വാസമുണ്ട്. ദിസ് ഈസ് ദ സെൻസിറ്റീവ് പോയിന്റ്. പ്രാർത്ഥനയുടെ ഏറ്റവും സെൻസിറ്റീവ് പോയിൻ്റാണ്. എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അതിൽ തന്നെ സമ്പൂർണ്ണമാണെന്നും അതിന് വേറെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നും ആൾട്രേഷൻ വേണ്ട എന്നും നമുക്ക് തോന്നണം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്?
ഇപ്പോഴേ ലാസറിൻ്റെ കുഴിമാടത്തിങ്ങനെ ഈശോ നിൽക്കത്തില്ലേ? അപ്പോഴേ ലാസറിൻ്റെ കുഴിമാടത്തിങ്ങനെ ഈശോ നിൽക്കുമ്പോഴേ ഈശോ എന്താണ് പറയണത്, പ്രഖ്യാപിക്കണത്? 11:42 യോഹന്നാൻ്റെ സുവിശേഷം 11:42 എന്താ ഈശോ പറയുന്നത്? ആ ശവക്കല്ലറയിലേ ഒരു മനുഷ്യൻ ചത്തു ചെഞ്ഞ് ജഡമായി പുഴുവായിട്ടിരിക്കുമ്പോഴേ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് പറയണത്? പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് 11:42 നടപടിപ്പ് എന്താ യോഹന്നാൻ്റെ സുവിശേഷം 11:42. പിതാവേ, അങ്ങ് ഏറ്റു പറഞ്ഞ മക്കളെ, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ ഈ മനോഭാവം ഉണ്ടാകണം. എന്താണ്? അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ മർക്കോസിൻ്റെ 14:39 അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറയണത്. എന്താ കാര്യം? ഈശോയ്ക്കറിയാം, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സഭയ്ക്ക് ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയാവോ? പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ജനജീവിതത്തെ സംലഭ്യമാക്കാനുള്ള ഉറപ്പാർന്നൊരു അടയാളമാണ് സഭ. അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയണത്. വേറെ എന്ത് സ്കൂൾ ഉണ്ടാക്കിയാലും കോളേജ് ഉണ്ടാക്കിയാലും ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാലും ഇതൊന്നും നമ്മുടെ പ്രൈമറി ദൗത്യത്തിൻ്റെ ഭാഗമേ അല്ല. ഒരു തകർച്ച വരുന്നൊരു സമയത്ത് പൗലോസ് അപ്പോസ്തലൻ കപ്പൽ മുങ്ങാൻ പോയപ്പോഴേ അവരോട് എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ആരും നഷ്ടപ്പെടുകയില്ല. കപ്പൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവിൻ്റെ ദൂതൻ ഇന്ന് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പൗലോസ് നീ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ കപ്പലിലുള്ള ആരുടെയും ശരീരത്തിൽ ദുർബുദ്ധി കൈവെക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം സഭ ഒരു കപ്പലാണ്. ഇതിൽ എല്ലാ ജാതി മതസ്ഥരും മനുഷ്യരും ഉണ്ട്, ഭീകരന്മാരുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു വിഷയം എന്താണ്? ഈ ഒരു അവസ്ഥയിൽ ഭീകരന്മാരുമായിട്ട് തന്നെയാണ് ഈ കപ്പൽ സഞ്ചരിച്ചിരിക്കണം. മാൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കണം. നമുക്ക് നടപടി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിലുണ്ടത്. മാൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കുന്നത് എന്താണ്? ഭീകരന്മാരുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭീകരന്മാർ, കള്ള നടത്തിയവർ, കൊല നടത്തിയവരുമായിട്ടാണ് ഈ കപ്പൽ റോമിലേക്ക് പോണത്. അപ്പോൾ കപ്പൽ മുങ്ങുവായെന്ന് പറയുമ്പോൾ ഭീകരന്മാർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഉടനെ റോമൻ പട്ടാളക്കാർ ഭീകരന്മാരെ കൊല്ലാൻ പോകും. അപ്പോൾ പൗലോസാണ് പറയണത്, ഭീകരന്മാരെ കൊല്ലരുത്. നമ്മളിപ്പോൾ ഭീകരന്മാരെ കൊല്ലണമെന്നും പറഞ്ഞ് കൊലവിളി നടത്തുകയും അതുപോലെ തന്നെ വലിയ ആശങ്കകൾ സമൂഹത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യണം. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞത്? ഭീകരന്മാരെ കൊല്ലരുത്, അവരെ രക്ഷപ്പെട്ടാൽ അവരെ കൊന്നാൽ നമ്മളും രക്ഷപ്പെടത്തില്ല എന്നാ. അതാണ് പൗലോസിൻ്റെ നിർദ്ദേശം. അതാണ് ആദ്യസഭയുടെ അനുഭവങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. നാവികർ നടപടി പുസ്തകം 27:30 മാൾട്ടയിലേക്കുള്ള കപ്പൽ യാത്രയാണ്. അതിൽ ഭീകരരുണ്ട്. അവരെ കൊല്ലാൻ വേണ്ടി ശതാധിപൻ ആഗ്രഹിക്കുന്നുണ്ട്. നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിൻ്റെ അണിയത്തു നിന്ന് നങ്കൂരമിറക്കാനെന്ന വേജേന തോണി കടലിലിറക്കി. 27:31 പൗലോസ് ശതാധിപനോടും ഭടന്മാരോടുമായി പറഞ്ഞു, ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭടന്മാർ തോണിയുടെ കയർ ഛേദിച്ച് അത് കടലിലേക്ക് തള്ളി. പ്രിയമുള്ളവരെ, അതായത് ഇപ്പോഴും നമ്മൾ സ്വാഭാവികമായി ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ രാജ്യം സ്വീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുകയും ചെയ്യണം. പക്ഷെ സഭയുടെ റോൾ എന്താണ് ഇവിടെ? സഭയുടെ റോളെന്ന് പറയണത് ഭീകരന്മാരെ വെടിവെച്ച് കൊല്ലുകയല്ല നമ്മുടെ റോള്. നമ്മുടെ റോൾ അവരുടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ രക്ഷ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ള ദൗത്യവും അതിൻ്റെ മാർഗങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്.
അതുകൊണ്ടാണ് പൗലോസ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ആ കപ്പലിലുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യാശ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏത് കോവിഡ് ഉണ്ടായാലും ഏത് വെള്ളപ്പൊക്കം ഉണ്ടായാലും സഭയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണെന്നാണ് ഊന്നി പറയാനാണ് ഞാൻ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്കതിൻ്റെ സിറ്റുവേഷൻസ് അറിയാൻ കഴിയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങൾ അപ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സഭയുടെ പ്രാഥമികമായ മാർഗം ജീവിക്കണം. ദൈവത്തിനോട് ഇത്തരം ബന്ധം അടുപ്പമുള്ള ഒരു സംവിധാനത്തിന് ഈ ആശങ്കകരമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ തിരുസൽ കൈവർത്തിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാലത്തിനോട് ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപത്തിനെ അതിജീവിക്കാൻ ആവശ്യമായ പ്രാർത്ഥന അരൂപിയാൽ സഭയെ നയിക്കാൻ വേണ്ടി, സഭയെ നിറക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവേ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സമയത്ത് എബ്രഹാത്തെ പോലെ നമുക്ക് ഒരു ചഞ്ചരിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരിക്കലും വിശ്വാസത്തിന് പോലും എബ്രഹത്തെ മാതൃകയാക്കാത്തയാളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയെ നിങ്ങൾ അടുത്തറിഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വേറെ ആരെയും മാതൃകയാക്കത്തില്ല. അതുകൊണ്ടാണ് എബ്രഹത്തിൻ്റെ വിശ്വാസം മോശമായതുകൊണ്ടൊന്നുമല്ല. മനുഷ്യരാശിക്ക് ഏത് അറ്റം വരെ പോകാനും ഒരു വിശ്വാസം വിശ്വാസം നമുക്ക് ദാനമായി കിട്ടിയാൽ അതിൻ്റെ അറ്റം വരെ നമ്മൾ പോകാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വിശ്വാസികളെന്ന് പറയണത്. ഇപ്പോൾ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. എബ്രഹാത്തിനാണ് ഒരു വാഗ്ദാനം കൊടുത്തത്. തന്നെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ മോശസ് അവസാനം വരെ വിശ്വസിച്ചായിരുന്നു. അതാണ് അവൻ കാനാൻ കടന്നതും. പക്ഷേ എബ്രഹാം തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ അവസാനം വരെ വിശ്വസിച്ചോ? ഇതെപ്പോഴും എൻ്റെ മനസ്സിൽ കടന്ന് വല്ലാത്ത കലഹം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. തന്നെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ മോശസ് അവസാനം വരെ വിശ്വസിച്ചു. അബിമലേക്കലുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന കാലത്ത് വളരെ തുച്ഛം ആൾക്കാരാണ്, ശരിക്കും ആയുധ പരിശീലനമില്ലാത്ത ആൾക്കാരാണ് മോശസിൻ്റെ കൂടെ ഉള്ളത്, താഴ്വാരങ്ങളിൽ യുദ്ധം ചെയ്യണത്. അബിമലേക്ക് അമലേക്യര് വളരെ ശക്തമായ, ഇവരുടെ 3 ഇരട്ടി ആൾബലമുള്ളവരാണ്. ഈ ആൾബലം കണ്ടുകൊണ്ടൊന്നും ഒരിക്കലും വിശ്വാസികൾ ഒരിക്കലും മനസ്സിടറിയിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും മനസ്സിടറുന്നത് ആൾബലം കണ്ടുകൊണ്ടാണ്. ആൾബലം നമുക്ക് കുറവാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ബൈബിൾ പറയണത്. എന്താണ്? മോശസ് യുദ്ധം ചെയ്തില്ലല്ലോ. മോശസ് യുദ്ധം ചെയ്തില്ല. ജോഷുവയോട് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. മോശസ് എന്താണ് ചെയ്തത്? അവൻ മലമുകളിലേക്ക് കയറിപ്പോയിട്ട് അഹ്റോനെയും ഹൂറിനെയും കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈ തളർന്നു പോകുന്ന സമയം വരുമ്പോൾ നിങ്ങളൊന്ന് താങ്ങി പിടിച്ചേക്കണം. പ്രാർത്ഥനയുടെ കൈകൾ. പക്ഷെ കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ പോരെന്നാണ് മോശസിൻ്റെ പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്താണ്? ഒരാൾ മോശസ് പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് മോശസിൻ്റെ കൈ ഉയർന്നിരുന്ന സമയങ്ങളിലെല്ലാം അവർ ജയിച്ചുകൊണ്ടേ ഇരുന്നു. പക്ഷേ മോശസിൻ്റെ കൈ തളർന്നു പോയപ്പോൾ അവർ തോറ്റുപോയില്ലേ? അപ്പോൾ കുടുംബത്തിൽ ഒരാൾ മാത്രമാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ചില സമയത്ത് നമ്മൾ തോറ്റുപോയെന്ന് വരും. അതുകൊണ്ട് അഹ്റോനെയും ഹൂറിനെയും മോശസ് കൂടെ കൊണ്ടുപോയി. നമ്മുടെ 17-ാം അധ്യായത്തിൽ, പുറപ്പാടിൻ്റെ 17-ാം അധ്യായത്തിൽ ആ യുദ്ധരീതികളുണ്ട്. അതായത് അപ്പോഴും അഹ്റോനും ഹൂറും മോശസിൻ്റെ കൈകളെ താങ്ങിപ്പിടിച്ചു. അപ്പോഴും മക്കൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അമ്മയുടെ കൈ ഉയർത്തി പിടിച്ചു കൊടുക്കണം. അമ്മ പ്രാർത്ഥിച്ചു. കർത്താവ് യുദ്ധം ജയിച്ചവനാണ്. മോശസിൻ്റെ മുമ്പിൽ അയൽ രാജ്യത്തിൻ്റെ പടക്കോപ്പുകൾ കാണുമ്പോൾ, കുതിരപ്പട്ടാളത്തെ കാണുമ്പോൾ
മോശസ് കർത്താവിനോട് ചോദിക്കാം, കർത്താവെ, മുന്തിയ നിരത്തിലുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്, നമ്മുടെ ജനത്തിൻ്റെ കയ്യിൽ കൈ മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പോഴേ കൈ മാത്രം മതി എന്ന് കർത്താവ് തിരിച്ചു പറയും. എന്നിട്ട് ഇതിൻ്റെ കയ്യിലിരിക്കണത് എന്താണെന്ന് നമ്മൾ പുറപ്പാട് 4:2 ചോദിക്കണ പോലെ 16:2 ചോദിക്കും. അപ്പോഴത് വടിയാണെന്ന് പറയും. അപ്പോൾ വടിയാണെന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും, നീ എപ്പോഴും എന്നെ വിളിക്കണത് എന്തിനാണ്? നിന്റെ കൈ ഇരിക്കണത് വടിയല്ലേ? അത് വിശ്വാസത്തിൻ്റെ വടിയാണ്. ആ വിശ്വാസത്തിൻ്റെ വടി പ്രയോഗിക്കണതാണ് പ്രാർത്ഥന. അത് പ്രയോഗിക്കണത് എന്തിനാണ്? കടലിൻ്റെ മീതെയാണ്, ഉയർന്നു വരുന്ന തിരമാലകൾക്ക് മീതെയാണ് ഈ പ്രാർത്ഥനയുടെ വടി ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ 16:2 വായിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 14. കർത്താവ് നിങ്ങൾക്ക് 14 പറയത്തില്ലേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അതാണ് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. സഭ പഠിച്ചത് അതാണ്, കാലങ്ങളെല്ലാം അനുവർത്തിക്കണം. അതാണ് യുദ്ധം ചെയ്യുന്ന കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്. ഏത് കൊറോണ ആയാലും ശരി, നമുക്കറിയാമല്ലോ, ചില പാട്ടുകളൊക്കെ പാടി ആൾക്കാർ ഒരു സ്വർഗത്തിലങ്ങനെ ജീവിക്കുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. പാടിപ്പാടി ഇപ്പോൾ 5000 പേർക്കായി ഒരു ദിവസം കൊറോണ. പക്ഷെ നമ്മൾ പാടിയതിനെ തോൽപ്പിക്കത്തില്ല, പ്രാർത്ഥിച്ചതിനെ തോൽപ്പിക്കും. കാര്യം എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചതിനെ ഞാൻ എപ്പോഴും വരെ ആദ്യം തൊട്ട് അവസാനം വരെ പറയുകയാണ്, നമ്മൾ പഠിച്ചതാണ്, നമ്മളെ ദൈവം പഠിപ്പിച്ചതാണ്. അതായത് വിശ്വാസത്തോടു കൂടി കൈ തളർന്നു പോകണമെന്ന് കണ്ടാൽ, കൊറോണയുടെ എണ്ണങ്ങൾ പിന്നെയും പെരുകി വരണമല്ലോ, പ്രാർത്ഥനയുടെ കൈ തളർന്നല്ലോ, പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം ഇല്ലെന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിജീവിക്കും. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുൻപിൽ നീ വിശ്വസിക്കാനാവാത്തതെന്തും ദൈവം ചെയ്തിടുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, എപ്പോഴും എത്ര ഉന്നതനായ മനുഷ്യനായാലും ശരി, ചില സമയത്തൊരു വൈബ്രേഷൻ്റെ സാധ്യതയുണ്ട്. പ്രാർത്ഥനയും പ്രലോഭനവും ഒരുമിച്ച് പോകുന്നൊരു കാര്യമാണ്. എന്നെല്ലാം കർത്താവ് പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രലോഭനം ഉണ്ടായതാ. കർത്താവ് പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് മരുഭൂമി വെച്ച് പ്രലോഭനം ഉണ്ടായില്ലേ? പ്രാർത്ഥനയുടെ ഗുണപ്പിറപ്പാണ് പ്രലോഭനം എന്ന് പറയണത്. ആ പ്രലോഭനമാണ് പല പ്രാർത്ഥനക്കാരെയും തകർത്ത് കളയണത്, തരിപ്പണമായി കളയണത്. കാര്യം പ്രാർത്ഥനയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള നമുക്ക് ലഭ്യമാകുന്ന കൃപയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പറഞ്ഞതുപോലെ പ്രാർത്ഥന അന്ത്യം വരെ എത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥന പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥന പൂർത്തിയാക്കാൻ ആദ്യം പരാജയപ്പെട്ട എബ്രാഹമാണ്. എബ്രാഹിം ഇങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചങ്ങനെ കാത്തിരുന്ന അവസാനം ഒരു ടൈം കഴിയുമ്പോൾ സാറ ഇടപെടും. മനുഷ്യ, നിങ്ങൾക്ക് പ്രായമായി, ലോത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ ആവശ്യത്തിനുണ്ട്. അവസാനം നമുക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവന്മാരുടെ മക്കൾ പെരുകി നമ്മുടെ കാലശേഷം നമ്മുടെ ആസ്തി മുഴുവൻ അടിച്ചു മാറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് എബ്രാഹത്തിന് ഭ്രാന്ത് പിടിപ്പിച്ച്, വിശ്വാസിയാണെങ്കിലും ചില സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഭ്രാന്ത് പിടിപ്പിക്കും. വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ്. പ്രാർത്ഥന ഇപ്പം നമ്മൾ പ്രാർത്ഥനക്കാർ അന്യമതസ്ഥരല്ലേ പേടിക്കേണ്ടത്, അല്ലെങ്കിൽ അന്യ സമുദായക്കാരല്ലേ പേടിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നവർ പേടിക്കേണ്ടത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ്.
കർത്താവിൻ്റെ അടുത്ത് നിന്ന ആളല്ലേ പത്രോസ്, അയാളല്ലേ സാത്താനെന്ന് കർത്താവ് വിളിച്ചത്. അപ്പം അബ്രാഹത്തിൻ്റെ അടുത്ത് നിന്ന ആളല്ലേ സാറ, അവരെന്നാ പറഞ്ഞത്? മനുഷ്യ പ്രായമായില്ലേ, ഇനി പിള്ളേരുണ്ടാകാണ്ടതാ നിങ്ങൾക്ക്. അപ്പം സാറുടെ മനസ്സിലുണ്ടേ ഈ അബ്രാഹം പറഞ്ഞ പോലെ ഒന്നുമില്ല, ഇതൊക്കെ വലിയ സ്വപ്നമായിരിക്കും. പിള്ളേരില്ലാത്തത് കൊണ്ട് ഞാനും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഇതിയാലും ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് നടക്കണത്. എനിക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് ഉറപ്പായി, ഞാൻ വയസ്സായി. പിന്നെ ഹാഗർ നമ്മുടെ ദാസ്യമുണ്ടല്ലോ, നിങ്ങൾ അവരെ പ്രാപിക്കുക, മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് നമ്മൾ പിടിച്ചു നിന്നാലും ശരി, നമുക്കെല്ലാം ബുദ്ധിപരമായിട്ട് അറിയാം ഇതെല്ലാം ദൈവ നിശ്ചയം പോലെ കർത്താവ് എന്നെ കൈവിട്ട് കളയത്തില്ല എന്നൊക്കെ എല്ലാം നമുക്കറിയാം. നമ്മൾ സ്വയം തെറ്റിപ്പോകാൻ പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി, ഏറ്റവും അടുത്തുള്ളവരെ. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തന്നെ ഒരു കല്ലുകൾ അകലെ മാറ്റിക്കളഞ്ഞത് ഈ കക്ഷികളെല്ലാം. അവിടെ ഉറക്കം കണ്ട് കർത്താവ് ഉറക്കം വന്നു പോയതിനെ ശരിക്കും പറഞ്ഞാൽ. അതാണ് വിഷയം. പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യമില്ലാത്ത ആൾക്കാരെ കൂടെ കൂട്ടരുതൊരിക്കലും. അത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. സാറേ, പ്രാർത്ഥിക്കാൻ നീ തീരുമാനിച്ചാൽ നിൻ്റെ ഭർത്താവ് ഭാര്യയാണ്, ആ അരുവി ഇല്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ കൂടെ കൂട്ടരുത്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ നിന്ന് കോട്ടവാടും. കുറച്ച് കഴിഞ്ഞ് അവർ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കും. കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ അതിനുള്ള ഇന്ധനം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പകുതി വരെ ഒക്കെ പിടിച്ചു നിൽക്കാം. പകുതി കഴിയുമ്പോഴാണ് പ്രലോഭനങ്ങളൊക്കെ വരണത്. ചില സമയത്ത് അവസാന നിമിഷമേ വരത്തുള്ളൂ. നമ്മളെ കപ്പലിൻ ചുണ്ടിനും അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. മരുഭൂമിയിൽ അങ്ങനെയല്ലേ? കർത്താൻ ഉപവാസം പ്രാർത്ഥന കഴിഞ്ഞ സമയത്താണ് സാത്താൻ വന്നത്. സാത്താൻ വളരെ തന്ത്രപൂർവ്വമാണ് നോക്കി നിൽക്കുകയായിരുന്നത്. ആദ്യമേ വന്നില്ല, അവസാനം വന്നപ്പോഴേ ഇവിടെ വെച്ച് കർത്താവിനെ പരാജയപ്പെടുത്തിയ ഈ 40 ദിവസം ഉപവസിച്ചതും വെറുതെ വേസ്റ്റാകും. അപ്പം നമ്മുടെ ചൈതന്യത്തെ വേസ്റ്റാക്കണത് പലപ്പോഴും കൂടെ നിൽക്കണവരാണ്. ഇപ്പം കുടുംബ പ്രാർത്ഥനകൾ ചില സമയത്ത് ആരെങ്കിലും ഒരാളായിരിക്കും പറയണത്. അമ്മ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മരുമകളെ കയറി പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ മരുമകനും പറയും, എന്നാൽ പിന്നെ നമുക്ക് വെളുപ്പിന് പ്രാർത്ഥിക്കാമെന്ന് പറയും. ഒരെണ്ണം മതി ആ കുടുംബത്തെ. കാര്യം ഇത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് പ്രാർത്ഥിക്കാൻ കഴിയണത്. പ്രത്യേകിച്ച് പ്രയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, പ്രയാസ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് 1/2 മിനിറ്റാണെങ്കിലും 1/2 നൂറ്റാണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. നീ പ്രയാസ നിമിഷം, രോഗനിമിഷം, സാമ്പത്തിക കടങ്ങൾ, തകർച്ചകൾ, കുടുംബ കലഹങ്ങൾ, അവിടെ നീ ആ സമയത്ത് നിനക്ക് 1/2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും 1/2 നൂറ്റാണ്ട് നീ പ്രാർത്ഥിച്ച ഫലമാണ് അതിന് ലഭിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3 നേരം ഉണ്ട് അമ്പക്കം വിട്ട് അവിടെ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 4-3 കൊന്തയിലുമായിരിക്കും. പക്ഷേ നമ്മൾ ആശുപത്രി വരാതെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് നമ്മളെ കൊതുക് കടിച്ച് ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വർഗസ്ഥനായത് 5 നന്മ നിറഞ്ഞോളം ചെല്ലിയാൽ മതി. അതിന് 5 കൊന്തയുടെ ബലം ഉണ്ടാകും. അപ്പം എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല, നീ എപ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഏത് സങ്കടകരമായ അവസ്ഥകളിലും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് എബ്രഹാത്തിനെ പോലെ ചലിക്കരുത്. പെണ്ണുപിള്ള പറഞ്ഞ് മറിയരുത്. ചിലപ്പോൾ അധികാരിമാർ പറഞ്ഞ് പെൺപിള്ള ഭാര്യമാരെ മറിക്കും. ചിലപ്പോൾ ഭാര്യമാർ പറഞ്ഞ് ഭർത്താക്കന്മാരെ മറിക്കും. ഇതിനെ അതിജീവിച്ച് നിൽക്കണം. നമ്മളെ കൂടെ കൂട്ടുന്നവരെ കൈ ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരായിരിക്കണം. അതാണ് മോസസ് നമ്മളെ പഠിപ്പിച്ചത്. കൂടെ കൂട്ടുന്നവരെ, നമുക്ക് പ്രാർത്ഥനയുടെ കൈ തളർന്നാൽ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരെ പിടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥനാ ജീവിതം പുരോഗമിപ്പിക്കേണ്ടത്, അഥവാ പ്രാർത്ഥനയിൽ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടത്. ഈ കാലം അങ്ങനെയുള്ള കാലമാണ്. ഏത് സഭാവിഭാഗമായാലും ശരി, കൂടെ കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത്. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണെന്നല്ല പറയേണ്ടത്. ഇതിപ്പോൾ ഇത് അലാം ടൈമാണ്. വളരെ ആശങ്കാജനകമായൊരു കാലഘട്ടമാണ്.
സത്യദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവതിരുസന്നിധിയിൽ കയറി ചെല്ലാൻ ഇടമുള്ള ഒരു സമയമാണിത്. ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത, കാലത്തിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി യോജിക്കാൻ പറ്റുന്ന എല്ലാ സഭാംഗങ്ങളും സത്യദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ മനുഷ്യരുമായിട്ട് പ്രാർത്ഥിച്ച് മനുഷ്യരാശി മൊത്തത്തിലാണ് ഈ വിപത്തിനെ ആ പ്രാർത്ഥനയിൽ അതിജീവിക്കേണ്ടത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഗൂഗിൾ പ്രെയർ മീറ്റിൽ വന്നിരുന്നു. കൃപാസനത്തിൻ്റെ പ്രാർത്ഥന കൂടുന്നവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ പറയാനുള്ള ഏറ്റവും വലിയ ഇടമാണ് എല്ലാ ദിവസവും നടക്കുന്ന ഗൂഗിൾ പ്രെയർ മീറ്റ്. അപ്പോൾ 2 സാക്ഷ്യങ്ങൾ ഞാൻ വന്ന് ശ്രദ്ധിച്ചത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രോഗമുള്ള ഇടത്ത് നിങ്ങൾ ഈശോനാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ 2 സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ വന്നത്. ഒന്ന്, ആ സമയത്ത് തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സുഖപ്പെട്ടതും, അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അണ്ഡാശയത്തിലെ സിസ്റ്റ് സുഖപ്പെട്ട 2 സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകമായിട്ട് ആൾക്കാർ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമായതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം, ഈ പ്രത്യക്ഷപ്പെടൽ എപ്പോഴും അടയാളങ്ങളിലൂടെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അതാണ് മോസസ് ദൈവത്തോട് ചോദിക്കണത്. അങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് എന്താണ് ഞാൻ തെളിവായി പറയുക എന്ന് പറയുമ്പോഴാണ് മോസസിന് ദൈവം 3 അടയാളം കൊടുക്കും. ഒന്ന്, വടിയെ പാമ്പാക്കി മാറ്റിയിട്ട് ക്ഷുദ്രക്കാരൻ്റെ പാമ്പിനെ ആ വടി, ഈ പാമ്പായി മാറിയ വടി ക്ഷുദ്രക്കാരൻ്റെ പാമ്പിനെ വിഴുങ്ങും. പിന്നീട് മോസസിൻ്റെ നെഞ്ചിൽ കൈവച്ച് അപ്പോഴത് ധവളാഭമാകും. കൈയെടുക്കുമ്പോൾ വീണ്ടും പഴയതുപോലെയാകും. അടയാളമാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യക്ഷപ്പെടൽ സ്ഥിരീകരണം എപ്പോഴും അതിനത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിലെ ഏത് ഭൂഖണ്ഡങ്ങൾ നീ ആണ് ഇപ്പോഴുള്ളതെങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ദൈവം നിന്നെ സുഖപ്പെടുത്തും. അതുകൊണ്ട് രോഗമുള്ള ഇടത്തെല്ലാം നീ കൈവെക്കണം. ഇപ്പോഴും തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കണം. ഹൃദയ രോഗികളും നെഞ്ചിൽ കൈവെക്കണം. പങ്ക്രിയാസ് രോഗികൾ നെഞ്ചിൽ കൈവെക്കണം. കരൾ രോഗികളും നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ അങ്ങനെ കൈവെക്കുമ്പോൾ കൈവെപ്പ് എല്ലാം മോസസിനോട് പറഞ്ഞ പുറപ്പാട് 4:2 അനുസരിച്ച് ഇതെല്ലാം അടയാളങ്ങളാണ്. നിൻ്റെ ശരീരത്തിൽ നീ കൈവെക്കണത് ഒരു അടയാളമാണ്. ദൈവത്തിൻ്റെ അടയാളം കാണാനും ആ സ്ഥിരീകരിച്ചായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഭാഗമായിട്ടും ശരീരത്തിൽ കൈവെക്കാറുണ്ട്. എബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ തിരക്കി പോകുമ്പോൾ ഭൃത്യനോട് ഉടമ്പടി ചെയ്യണത് തുടയിൽ കൈവയ്പ്പിച്ചുകൊണ്ടാണ്. ഇപ്പം മോസസിൻ്റെ കാര്യമായാലും എബ്രഹാത്തിൻ്റെ കാര്യമായാലും ശരീരത്തിൽ കൈവെക്കണമെന്ന് പറയണത് ദൈവിക അടയാളങ്ങൾ സ്ഥിരീകരിക്കുന്നതും വിശ്വാസത്തൊരു വിശ്വസ്ത കാണിക്കുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ദൈവവൈദ്യരെ നീ പിസ്തുല രോഗികളെ, PCOD രോഗികളെ, അതുപോലെ തന്നെ RSS രോഗികൾ, അൾസർ രോഗികളൊക്കെ അടിവയറ്റിൽ ഇപ്പോഴേ കൈവെക്കേണ്ടതാണ്. പിൻകഴുത്തിൽ സ്പോണ്ടിലോസിസിന് വേദനയുള്ളവരെ പിൻകഴുത്തിൽ കൈവെക്കാം. തലക്ക് രക്തോട്ടം കുറവുള്ളവർ, സിസ്റ്റുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷ്യം സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഇന്ന രോഗമെന്നല്ല, സർവാംഗ രോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നിന്ന് അനേക ഭൂഖണ്ഡങ്ങളിൽ നിൽക്കുമ്പോഴും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സൗഖ്യപ്പെടുന്നുണ്ട്. ശിരസ് മുടി കൊഴിഞ്ഞു പോകുന്നവരെ ഒക്കെ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. ഇന്ന കാര്യമെന്ന് അല്ല ശരിക്കും. മുടി കൊഴിയുന്ന കാര്യം ഒരു കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിലരൊക്കെ ചിന്തിക്കും. കാര്യം ദൈവത്തിന് നിസ്സാര കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളാണ്. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൂക്ക 15:9 എന്താ, ഒരു വിധവയുടെ ചില്ലിക്കാശാണ് അവിടുത്തെ വിഷയം. ആ വിധവയുടെ ചില്ലിക്കാശ് ലൂക്ക 15, അതായത് കർത്താവ് ഒരു നാണയം കളഞ്ഞു പോയ കാര്യം പറയണതാ ലൂക്ക 15:9. അപ്പോൾ ഒരു ചെറിയ നാണയമാണെങ്കിലും ദൈവതിരുസന്നിധിയിൽ അത് വളരെ പ്രധാനപ്പെട്ടത്. ഞാനാണ് പലപ്പോഴും മുടി കൊഴിച്ചതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കൃപാസനത്തിലാണ്. അപ്പോൾ കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഒരു മുടി പോലും കൊഴിയാൻ ഞാൻ അറിയുമെന്ന്. അപ്പോൾ ചെറിയൊരു കുരുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രോമം അടന്നു പോണ കുരുവാണെങ്കിലും അത് ഉണ്ടാക്കുന്ന പനിയും ഇൻഫെക്ഷനും ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. ഒരു ദിവസത്തെ പണി വേണേ പോകും. അത് കാരണം ഇപ്പോൾ കൂടുതൽ പാവപ്പെട്ടവരുടെ ഇടയിൽ ജോലി ചെയ്യണ കാരണം ഒരു ദിവസത്തെ പണി പോയാൽ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കണതാണ്. എല്ലാത്തിനും, ഒരു ചെറിയ കാര്യത്തിന് പോലും പ്രാധാന്യം. കാര്യം ദൈവം ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം. എന്താണ്, ചെറിയ കാര്യങ്ങളെ പോലും എൻ്റെ കർത്താവിനോട് ഞാൻ പറയും. ഇതിന് മരുന്ന് കഴിച്ചാൽ പോരെ, ഇതെന്തിനാ കർത്താവിനോട് പറയും. മരുന്ന് കഴിക്കാതിരിക്കണം, അത് നിങ്ങളുടെ കാര്യം, അതല്ല. പക്ഷേ നമ്മളുടെ കർത്താവിനോട് എല്ലാം പറയണം. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ വിശ്വാസം എന്തെല്ലാം തോന്നിയ കുഞ്ഞുങ്ങളെ അമ്മമാരോട് പറയണം. ആവശ്യമുള്ളതും പറയും. നമുക്ക് ബോറടിക്കും കേൾക്കുമ്പോൾ. പക്ഷെ അമ്മയ്ക്ക് ബോറടിക്കത്തില്ലല്ലോ. കുഞ്ഞുങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അപ്പനെ ബോറടിക്കത്തില്ല. കേട്ട് നിൽക്കണ ചേട്ടന്മാർക്ക് ബോറടിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം. എന്ത് കുഞ്ഞു കാര്യവും നിനക്ക് ദൈവത്തോട് പറയാം. അങ്ങനെ പറയുന്നതിൽ ഉള്ള ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ പറയുന്നതിലുള്ള ഒരു പ്രത്യാശയും ഒരു ദൈവസ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു കാലുളുക്കിപ്പോയ പോലെയാണ് ആണെന്ന് വിചാരിച്ചു. അപ്പം നീ കാലത്തോട്ട് പറഞ്ഞു കർത്താവിൻ്റെ കാലുളുക്കിയല്ലോ എന്ന് പറയണം. അപ്പം എന്തും പറയാൻ എൻ്റെ കർത്താവ്. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവത്തിന് മനസ്സിലാകും നീ കർത്താവിനെ വളരെ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പൈതലാണെന്ന് തോന്നും. ഇപ്പം കർത്താവ് എന്താ പറഞ്ഞത്, ഒന്നും ചെറുതല്ലെന്ന് ഈശോ പറഞ്ഞത്. കടുകുമണിയുടെ കഥ പറഞ്ഞില്ലേ, കടുകുമണിയൊക്കെ പറയുമ്പോൾ എന്നാ ഈശോ പറയണത്? ഇപ്പം അത് ചെറുതാണ്. ഇപ്പം 4:31 കടുകുമണി തീരെ ചെറുതാണ് എന്ന് ഈശോ തന്നെ പറയും. കടുകുമണി തീരെ ചെറുതാണ് എന്ന് പറയും. എന്ന് പറഞ്ഞ് നീ അതിനെ അവഗണിക്കേണ്ട കാര്യമില്ല, അത് വളർന്നൊരു മരമാകും. ഒന്നും ചെറുതല്ല എന്നാണ് ഈശോ പറയണത്. ഒന്നും ചെറുതല്ല. ചെറിയ രോഗമായാലും അതൊന്നും ചെറുതായിട്ട്, ജലദോഷം അതും ചെറുതല്ലേ, അതിനെ കർത്താവാണ് പറഞ്ഞത് എന്നൊന്നും പറയരുത്. ജലദോഷമാണെങ്കിലും നീ പറഞ്ഞേക്കണം, കർത്താവ് എനിക്ക് ജലദോഷമാണ് കേട്ടോ, ഇഷ്ടമുള്ള മാറ്റിയാൽ മതി, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഒരു ബന്ധം എന്ന് പറയണത്. ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും അത് കടുകുമണിയാണെങ്കിലും കർത്താവിനെ കാണുമ്പോൾ അത് ഷെയർ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാകും ദൈവവും നീയും തമ്മിൽ നല്ല ആത്മൈക്യത്തിലാണെന്ന് മനസ്സിലാകും. ഇപ്പം ശ്രീഭണ്ഡാരത്തിലെ വിധവയും അങ്ങനെയല്ല ഒരാളല്ലേ. എത്ര പേര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും കർത്താവ് അത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഒരു ബന്ധപ്പെടുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ മിനിമൈസ് ചെയ്യുകയല്ല. ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം പറയുമ്പോൾ ഏത് വിശ്വാസിക്കും എന്തും പറയാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ദൈവം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് നിങ്ങളോട് പറയണത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പം ആ ബോധ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പം കാട്ടത്തി വലിച്ചെറിഞ്ഞ് കളയണതാണ്. കാട്ടത്തിയെ
ഇപ്പം 13:6 ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. കാട്ടത്തി ആർക്കും വേണ്ടാത്തൊരു സാധനമാണ്. അപ്പം കാട്ടത്തിയെ കണ്ടിട്ട് അതിനവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൽ നല്ല ട്രീറ്റ്മെൻ്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വലിയ ആവശ്യത്തിന് സമയാസമയങ്ങൾ വളവും വെള്ളവും എല്ലാം കിട്ടണ നല്ല ഫെൻസിങ് ഉള്ള നല്ല ചുറ്റുമതിലുള്ള തോട്ടത്തിൽ കൊണ്ടുവന്ന് വെക്കണതാണ് കർത്താവിൻ്റെ ഒരു സ്വഭാവം. കാട്ടത്തിയാണേ, ഒരു ഗുണമില്ലാത്ത സാധനമാണ്. പക്ഷേ താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് കണ്ട ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതൊന്നും വലുതൊന്നുമില്ല. എല്ലാം നല്ലതാണ്, എല്ലാം വേണ്ടതാണ്, വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആരെയും ഒഴിവാക്കരുത്, ഒന്നിനെയും ഒഴിവാക്കരുത്, ആരെയും മാർജിനൈസ് ചെയ്യരുത് എന്ന് പറയണത്. പരിശുദ്ധ പിതാവിൻ്റെ പുതിയ ചക്രീയ ലേഖനം വരുന്നുണ്ട് ഒക്ടോബർ 6-ാം തീയതി. വി ആർ ഓൾ ബ്രദേഴ്സ്. ബ്യൂട്ടിഫുള്ളാണ് കേൾക്കാൻ. വി ആർ ഓൾ ബ്രദേഴ്സ്. അഭയാർത്ഥികൾ വന്ന് റോമിൽ വന്ന് വൈദികരെ കുത്തിക്കൊന്ന ഒരു കാലമാണിത്. പാപ്പ തന്നെ ഇവരെല്ലാം വിളിച്ച് വരുത്തിയെന്നോ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പിന്നെയും വരുന്ന ചാക്രി ലേഖത്തിൻ്റെ പേരെന്താണ്? വി ആർ ഓൾ ബ്രദേഴ്സ്. പണ്ട് എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്നത് ആരാണ്? നിൻ്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം. അതാണ് മാർപ്പാപ്പ പുതിയ ചക്രീയ ലേഖനത്തിൽ പറയണത്, വി ആർ ഓൾ ബ്രദേഴ്സ്. അപ്പം ആരെയും അവഗണിച്ചോ ഒഴിവാക്കിയോ അങ്ങനെ ഒരു സുവിശേഷവും അങ്ങനെ ഒരു ലോകക്രമവുമല്ല ദൈവവും സഭയും ഈ ഭൂമിയിൽ രൂപീകരിക്കപ്പെടാൻ സ്വപ്നം കാണുന്നത്. ദൈവത്തിൻ്റെ ആ രാജ്യം, അതാണ് ദൈവരാജ്യം എന്ന് പറയണത്. ആ ദൈവരാജ്യത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില ട്രയൽ ആൻഡ് എററിൽ ചില എറേഴ്സ് ഉണ്ടെങ്കിലേ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരവസരമായിട്ട് കാണാനാണ് മാർപ്പാപ്പയ്ക്ക് താല്പര്യം. വി ആർ ഓൾ ബ്രദേഴ്സ്. ആ ഒരു ചൈതന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സുവിശേഷത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ ദൈവം ഈ കാലത്തിലൂടെ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ആരാധന.